എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ പക്ഷേ ഒരുപക്ഷേ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വലിയ ഭിന്നതയെക്കുറിച്ചാണ്. ഒരു കാര്യം ഓർക്കണം, നമ്മളിവിടെ പറയുന്നത് നൽകിയിട്ടുള്ള സോഴ്സ് മെറ്റീരിയലിൽ എന്താണോ ഉള്ളത് അതാണ്. കേട്ടില്ലേ, വളരെ ശക്തമായൊരു വാചകമാണിത്. ഇന്ന് കാണുന്ന ഇസ്ലാം വ്യാജമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണതിന് പിന്നിലെ കാരണം? എവിടെ നിന്നാണ് ഇങ്ങനെയൊരു വാദം വരുന്നത്? നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഈ വാദം പറയുന്നത്? അതായത് ഇസ്ലാമിന്റെ ഇന്നത്തെ രൂപം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയിരിക്കുന്നു. അതിനൊരു കാരണവും പറയുന്നുണ്ട്, ഒരു ചരിത്രപരമായ വഞ്ചന. ഇതിന്റെയെല്ലാം തുടക്കം മുഹമ്മദ് നബിയുടെ മരണത്തോടെയാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം ദൈവവുമായി ഒരു സുപ്രധാന ഉടമ്പടിയുണ്ടായിരുന്നു, അത് ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ ഒരൊറ്റ സംഭവം അത് മതിയായിരുന്നു മുസ്ലിം സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കാൻ എന്നാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ടുവെക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ ഉടമ്പടി, അല്ലേ? അതെങ്ങനെയാണ് ലംഘിക്കപ്പെട്ടത്? അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെയെല്ലാം മർമ്മം പ്രവാചകൻ ശേഷം ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ്. ആരായിരിക്കണം അടുത്ത നേതാവ്? ആ ഒരു ചോദ്യം. ഈ തർക്കം ശരിക്കു മനസ്സിലാവണമെങ്കിൽ നമ്മൾ രണ്ട് വാക്കുകൾ അറിയണം. അതിലാദ്യത്തേതാണ് ഖലീഫ. ആരാണ് ഖലീഫ? പ്രവാചകന് ശേഷം മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയപരവും ആത്മീയവുമായ നേതാവ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണാധികാരി. പക്ഷേ ഇവിടെയാണ് രണ്ടാമത്തെ വാക്ക് വരുന്നത്, ഇമാം. ഈ കാഴ്ചപ്പാടനുസരിച്ച് ഇമാം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭരണാധികാരിയല്ല, അത് പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം നേരിട്ട് നിയമിക്കുന്ന ആളാണ്, ആത്മീയവും രാഷ്ട്രീയവുമായ പിൻഗാമി. അപ്പോൾ വ്യത്യാസം പിടിയിട്ടില്ലേ? ഒന്ന് മനുഷ്യർ തിരഞ്ഞെടുക്കുന്നു, മറ്റേത് ദൈവം നിയമിക്കുന്നു. ഇതാണ് ഈ തർക്കത്തിന്റെ എല്ലാം അടിസ്ഥാനം. ഈ ഒരു വ്യത്യാസം മനസ്സിൽ വെച്ചാൽ മതി, നടന്ന സംഭവത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവും. ഈ വാദമനുസരിച്ച് പ്രവാചകൻ തന്റെ മരുമകനായ അലിയെ അടുത്ത ഇമാമായി ദൈവകൽപ്പന പ്രകാരം നിയമിച്ചിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. പ്രവാചകൻ മരിച്ച ഉടനെ ഒരു കൂട്ടം അനുചരന്മാർ ചേർന്ന് അബൂബക്കറിനെ അവരുടെ ഖലീഫയായി തെരഞ്ഞെടുത്തു. കണ്ടോ, ദൈവിക നിയമനം നടക്കേണ്ട സ്ഥാനത്ത് മനുഷ്യരുടെ തെരഞ്ഞെടുപ്പ് വന്നു. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഈ അധികാരമാറ്റം അത് വെറുമൊരു രാഷ്ട്രീയ മാറ്റം മാത്രമായിരുന്നില്ല. ഈ സ്രോതസ് പറയുന്നതനുസരിച്ച് അത് പ്രവാചകന്റെ കുടുംബത്തിന് നേരെ നടന്ന ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു പരമ്പരയുടെ തുടക്കമായിരുന്നു. ഒന്നോർത്തു നോക്കൂ, പ്രവാചകന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമയുടെ വീട് ആക്രമിക്കപ്പെട്ടു എന്നും അത് അവരുടെ മരണത്തിന് കാരണമായി എന്നും പറയപ്പെടുന്നു. പിന്നീട് വന്ന ഇമാം അലി തുടർച്ചയായ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊടുവിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ഇമാം ഹസനെ സ്വന്തം ഭാര്യ തന്നെ വിഷം കൊടുത്തു കൊന്നു. പക്ഷേ ഇതിലെല്ലാം വെച്ച് ഏറ്റവും ഭീകരമായത് ഒരുപക്ഷേ കർബലയിലെ സംഭവമായിരിക്കും. ഇമാം ഹുസൈനിനെയും കുടുംബത്തെയും സഹായിക്കാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയവർ തന്നെ ചതിച്ചു. അവരെ വളഞ്ഞിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ അധികാരത്തിനായുള്ള വടംവലി അവിടെയും തീർന്നില്ല. ഈ വാദപ്രകാരം അത് വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനെ വരെ ബാധിച്ചു. ഇമാം അലി സമാഹരിച്ച യഥാർത്ഥ ഖുറാൻ തള്ളിക്കളഞ്ഞിട്ട് അധികാരത്തിൽ വന്നവർ അവർക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു പുതിയ പതിപ്പുണ്ടാക്കിയെന്നാണ് ആരോപണം. പ്രവാചകന്റെ കുടുംബത്തെ പ്രശംസിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിൽ നിന്ന് നീക്കം ചെയ്തു എന്നും ഇവർ പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? സ്വാഭാവികമായും മുസ്ലിം സമുദായത്തിനുള്ളിൽ ഒരിക്കലും ഒത്തുചേരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ പിളർപ്പുണ്ടായി. ഈ പിളർപ്പിൽ നിന്നാണ് നമ്മളിന്ന് കേൾക്കുന്ന ഷിയ, സുന്നി എന്നീ രണ്ട് പ്രധാന വിഭാഗങ്ങൾ ഉണ്ടാകുന്നത്. സിമ്പിളായി പറഞ്ഞാൽ പ്രവാചകന്റെ കുടുംബത്തോടും ദൈവം നിയമിച്ച പിൻഗാമിയായ ഇമാം അലിയോടും കൂറുപുലർത്തിയവർ ഷിയ എന്നറിയപ്പെട്ടു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫമാരെയും അധികാരം നേടിയെടുത്ത അനുചരന്മാരെയും പിന്തുടർന്നവർ സുന്നി വിഭാഗവുമായി മാറി. ശരി, ഇങ്ങനെയൊരു ചരിത്രപരമായ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിനൊരു പരിഹാരമില്ലേ? ഉണ്ട് എന്നാണ് ഈ സ്രോതസ് പറയുന്നത്. ആ പരിഹാരത്തിന്റെ പേരാണ് മഹ്ദി, അതായത് 12ാമത്തെ ഇമാം. അപ്പോൾ എന്താണ് ഈ മഹ്ദിയുടെ ദൗത്യം? വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഈ മറച്ചുവെക്കപ്പെട്ട ചരിത്രവും വഞ്ചനയും ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക. 2, മാറ്റങ്ങളൊന്നും വരുത്താത്ത യഥാർത്ഥ ഇസ്ലാം തിരികെ സ്ഥാപിക്കുക. അതോടൊപ്പം യഥാർത്ഥ ഖുറാൻ തിരികെ കൊണ്ടുവരണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണം മനുഷ്യർ തീരുമാനിക്കേണ്ട ഒന്നല്ല, അത് ദൈവം നിയമിക്കുന്നതാണ് എന്ന തത്വം വീണ്ടും സ്ഥാപിക്കുക. ഇവിടെയാണ് ദൈവത്തിന്റെ പരമാധികാരമെന്ന ആശയം വരുന്നത്. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: മനുഷ്യരെ ഭരിക്കാനുള്ള നേതാവിനെ നിയമിക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. മനുഷ്യർ വോട്ട് ചെയ്തോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു സാധുതയുമില്ല, അത് നിയമവിരുദ്ധമാണ്. ഇതാണ് ഈ വാദത്തിന്റെ എല്ലാം ആണിക്കല്ല്. അപ്പോൾ ഈ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇന്നെന്താണ് ചെയ്യേണ്ടത്? അതിനും വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഈ വാദപ്രകാരം
യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങിവരാൻ 3 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് 1: ദൈവം നിയമിക്കാത്ത എല്ലാ ഭരണാധികാരികളെയും പണ്ഡിതന്മാരെയും പൂർണ്ണമായി തള്ളിക്കളയുക. സ്റ്റെപ്പ് 2: അത്തരം നിയമവിരുദ്ധമായ മത അധികാരികളുമായി യാതൊരു ബന്ധവും പാടില്ല. സ്റ്റെപ്പ് 3: ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ പിൻഗാമിയായി വരുന്ന ഇമാമിനെ അംഗീകരിക്കുക.